നമസ്കാരം. പ്രധാന വാർത്തകൾ. നിയമസഭാ തിരഞ്ഞെടുപ്പ് പാലക്കാട് ജില്ലയിലും മുന്നണികൾ തമ്മിൽ നടന്നത് കടുത്ത പോരാട്ടം. നിലവിലെ സീറ്റുകൾ നിലനിർത്താനാവുമെന്ന പ്രതീക്ഷയിൽ LDF 6 സീറ്റുകളെങ്കിലും പിടിക്കുമെന്ന അവകാശവാദവുമായി UDF. പാലക്കാടും മലമ്പുഴയും കണ്ണുവെച്ച് NDA. സംസ്ഥാനത്ത് UDF സീറ്റ് 100 കടക്കുമെന്ന് VT ബൽറാം. തൃത്താല UDF തിരിച്ചുപിടിക്കും. ആത്മവിശ്വാസത്തിൽ വീണ്ടും മണ്ഡലത്തിൽ പ്രഭാത നടത്തവുമായി VT ബൽറാം. സംസ്ഥാനത്ത് ചൂട് ഉയരും. 2 ദിവസം കടുത്ത ചൂട് അനുഭവപ്പെടുമെന്ന് മുന്നറിയിപ്പ്. പാലക്കാട് ജില്ലയിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കാം. ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ കേന്ദ്രം. കഠിനമായ വേനലിലും കരുതലായി മാറി ഭാരതപ്പുഴയിലെ മീറ്റ്ന തടയണ. ഒറ്റപ്പാലം നഗരസഭയ്ക്കും 3 പഞ്ചായത്തുകൾക്കും കുടിവെള്ളം എത്തിക്കുന്നത് മീറ്റ്ന തടയണയിൽ നിന്ന്. നിലവിൽ തടയണയിൽ ആവശ്യത്തിന് വെള്ളമുണ്ടെന്ന് അധികൃതർ. വാർത്തകൾ വിശദമായി. കടുത്ത പോരാട്ടമാണ് നടന്നതെങ്കിലും പാലക്കാട് ജില്ലയിൽ നിലവിലെ സീറ്റുകൾ നിലനിർത്താൻ ആവുമെന്ന പ്രതീക്ഷയിലാണ് LDF. എന്നാൽ 6 സീറ്റുകളിലെങ്കിലും വിജയം നേടാമെന്ന കണക്കുകൂട്ടലിലാണ് UDF. പാലക്കാട്ടും മലമ്പുഴയിലുമാണ് NDAയുടെ കണ്ണ്. താരതമ്യേന ഇടതുമുന്നണിക്ക് മേൽക്കോയ്മയുള്ള ജില്ലയാണ് പാലക്കാട്. കടുത്ത മത്സരമാണ് ഇത്തവണ ജില്ലയിലെ പല മണ്ഡലങ്ങളിലും നടന്നതെങ്കിലും കഴിഞ്ഞ തവണത്തെ സീറ്റുകൾ നിലനിർത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി. മണ്ണാർക്കാടും പാലക്കാടും ഇത്തവണയും കൈവിടുമെന്ന് തന്നെയാണ് ഇടതു ക്യാമ്പുകളുടെ കണക്കുകൂട്ടൽ. എന്നാൽ മണ്ണാർക്കാട് ശക്തമായ പോരാട്ടം ഇത്തവണ കാഴ്ചവെച്ചത് നേരിയ പ്രതീക്ഷയ്ക്കും വക നൽകുന്നുണ്ടെന്ന് പാർട്ടി വൃത്തങ്ങൾ പറയുന്നു. മന്ത്രി MB രാജേഷും VT ബൽറാമും തമ്മിൽ ഏറ്റുമുട്ടിയ തൃത്താല നിലനിർത്താൻ കഴിയുമെന്നാണ് ഇടതുമുന്നണിയുടെ കണക്കുകൂട്ടൽ. പട്ടാമ്പിയും ഭൂരിപക്ഷം കുറഞ്ഞാലും മുഹമ്മദ് മുഹസിൻ വിജയിക്കുമെന്ന് ഇടതുമുന്നണി കരുതുന്നു. ഒറ്റപ്പാലത്ത് PK ശശി ഉയർത്തിയ വെല്ലുവിളി മറികടന്ന് വിജയം നേടുമെന്ന് തന്നെയാണ് ഇടതുമുന്നണിയുടെ വിലയിരുത്തൽ. ഷൊർണൂരും മലമ്പുഴയും ചിറ്റൂരും ആലത്തൂരും നെന്മാറയും തരൂരും വിജയിക്കുന്ന മണ്ഡലങ്ങളായി തന്നെ ഇടതുമുന്നണി കരുതുന്നു. എന്നാൽ മണ്ണാർക്കാടും പാലക്കാടും കൂടാതെ തൃത്താല, പട്ടാമ്പി, ചിറ്റൂർ, കോങ്ങാട് മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് UDF ക്യാമ്പുകൾ. കോങ്ങാട് ശക്തമായ മത്സരം നടന്നതായും കാറ്റ് KA തുളസിയിലൂടെ UDF പക്ഷത്തേക്ക് ചായുമെന്നുമുള്ള കണക്കുകൂട്ടലിലാണ് അണികൾ. PK ശശി പക്ഷത്തിന് സ്വാധീനമുള്ള മേഖല കൂടി ഉൾപ്പെടുന്നതാണ് കോങ്ങാട് മണ്ഡലം. പട്ടാമ്പിയിൽ കട്ടയ്ക്കുള്ള മത്സരമാണെങ്കിലും പ്രതീക്ഷയിൽ തന്നെയാണ് UDF. ഒറ്റപ്പാലം PK ശശിയിലൂടെ ഉറപ്പിക്കുകയാണ് UDF ക്യാമ്പുകൾ. ചിറ്റൂരും സുമേഷ് അച്യുതനിലൂടെ വലത്തോട്ട് ചായുമെന്ന് കരുതുന്നു. അതേസമയം പാലക്കാടും മലമ്പുഴയിലുമാണ് NDAയുടെ പ്രതീക്ഷ. ശോഭാ സുരേന്ദ്രൻ പാലക്കാട് താമര വിരിയിക്കുമെന്ന് തന്നെ BJP വൃത്തങ്ങൾ കരുതുന്നു. എന്തായാലും പാലക്കാടൻ കാറ്റ് എങ്ങോട്ട് വീശുമെന്നത് സംസ്ഥാന ഭരണത്തിലും ഇടത് വലതു മുന്നണികളുടെ ഗതി നിർണ്ണയിക്കുന്ന ഒന്നാവും. തൃത്താലയിൽ ആവേശം തീർത്ത VT ബൽറാമിന്റെ പ്രഭാത നടത്തം. സംസ്ഥാനത്ത് UDF 100 സീറ്റ് കടക്കുമെന്നും തൃത്താല മണ്ഡലത്തിൽ UDFന് വിജയം നേടാനാവുമെന്നും VT ബൽറാം പറഞ്ഞു. തിരഞ്ഞെടുപ്പ് ഗോതയിൽ നിന്നിറങ്ങി VT ബൽറാം വീണ്ടും ജനങ്ങൾക്കിടയിലേക്ക്. വോട്ടെടുപ്പിന് പിന്നാലെ മണ്ഡലത്തിൽ സജീവമായ ബൽറാം പ്രഭാത നടത്തം പുനരാരംഭിച്ചു. മേഴത്തൂർ മുതൽ കൂറ്റനാട് വരെയായിരുന്നു ഞായറാഴ്ചത്തെ നടത്തം. തിരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കെ UDFന്റെ വിജയത്തിൽ പൂർണ്ണ ആത്മവിശ്വാസമുണ്ടെന്ന് VT ബൽറാം പറഞ്ഞു. തൃത്താലയിൽ UDFന്റെ വിജയം ഉറപ്പാണെന്നും സംസ്ഥാനത്ത് UDF ഭരണത്തിൽ വരുമെന്നും VT ബൽറാം പറഞ്ഞു. തീർച്ചയായിട്ടും എല്ലാ മോർണിംഗ്സും നടക്കണം എന്നുള്ളതാണ് ആഗ്രഹം. ഇലക്ഷൻ പ്രമാണിച്ച് എനിക്ക് മറ്റു ചില തിരക്കുകൾ സ്വാഭാവികമായിട്ടുള്ളത് കൊണ്ട് എനിക്ക് ടീമിനോടൊപ്പം ജോയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നേ ഉള്ളൂ. പക്ഷെ ഇവര് പല രീതിയിൽ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഞാനും കൂടി ഇവരോടൊപ്പം ചേരുകയാണ് വീണ്ടും. വിജയപ്രതീക്ഷ 100%. കാരണം തൃത്താലയിൽ ഒരു നല്ല തിരിച്ചുവരവ് UDFന് ഉണ്ടാവണം എന്നുള്ളതാണ് ജനങ്ങളുടെ ആഗ്രഹമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഈ ഇലക്ഷൻ ക്യാമ്പയിന്റെ ആദ്യ ഘട്ടം തൊട്ട് ആ ഒരു പോസിറ്റിവിറ്റി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ശുഭപ്രതീക്ഷയിലാണ്. കേരളത്തിൽ മുഴുവൻ UDFന്റെ ഒരു തരംഗം നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് തൃത്താല മാത്രമല്ല, കേരളം മുഴുവൻ UDFന് നല്ല വിജയപ്രതീക്ഷയുണ്ട്. നമ്മൾ ജനങ്ങളിലാണ് വിശ്വാസം അർപ്പിക്കുന്നത്. പല സർവേകളുടെയും സാമ്പിൾ സൈസ് 200-250 ഒക്കെയാണ്. 2 ലക്ഷത്തോളം വോട്ടർമാരുള്ള ഒരു മണ്ഡലത്തില് 200-250 ആളുകളുടെ സാമ്പിൾ സൈസ് വെച്ചത് ഉണ്ടാക്കുന്ന സർവേകൾ ആ നിലയിൽ തന്നെ അതിന്റെ ഒരു വിശ്വാസ്യതയുടെ പ്രശ്നമുണ്ട്. പക്ഷെ അതിനപ്പുറത്തുള്ള നിരവധി ആളുകളെ നമ്മൾ നേരിട്ട് കാണുകയാണല്ലോ ഓരോ ദിവസവും ഓരോ നിമിഷവും എന്നുള്ള നിലയിൽ. അപ്പൊ അവരിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും പോസിറ്റീവാണ്. നല്ല രീതിയിൽ വിജയിക്കാൻ സാധിക്കും. തന്റെ പ്രഭാത നടത്തം വരും ദിവസങ്ങളിലും തുടരുമെന്നും VT ബൽറാം പറഞ്ഞു. തൃത്താല പഞ്ചായത്ത് പ്രസിഡന്റ് ജയന്തി ഉൾപ്പെടെയുള്ള പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും പ്രഭാത നടത്തത്തിൽ VT ബൽറാമിനൊപ്പം പങ്കാളികളായി.
കായികക്ഷമതയ്ക്കൊപ്പം ജനങ്ങളുമായുള്ള ഹൃദയബന്ധം പുതുക്കാൻ കൂടി സഹായിക്കുന്നതാണ് ഇത്തരം കൂട്ടായ്മകളെന്നും വി ടി ബൽറാം കൂട്ടിച്ചേർത്തു. കേരളത്തിൽ 2 ദിവസം കടുത്ത ചൂട് അനുഭവപ്പെടുമെന്ന് മുന്നറിയിപ്പ്. 12 ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഉയർന്ന ചൂട് അനുഭവപ്പെടുന്നത്. ഇവിടെ താപനില 40 ഡിഗ്രി സെൽഷ്യസ് ആയി ഉയരുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കൊല്ലം ജില്ലയിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. പകൽ സമയങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. പാലക്കാട് ജില്ലയിൽ ചൂട് കൂടി വരുന്ന സാഹചര്യത്തിൽ സൂര്യാഘാതം, സൂര്യാതാപം, നിർജ്ജലീകരണം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. പകൽ സമയത്ത് പ്രവർത്തികളിൽ ഏർപ്പെടുമ്പോൾ നേരിട്ടുള്ള സൂര്യപ്രകാശം ഏൽക്കാനും സൂര്യാഘാതം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇടയുണ്ട്. വയോജനങ്ങളും ഗുരുതര രോഗമുള്ളവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇടയ്ക്കിടെ വെള്ളം കുടിക്കണം. പകൽ 11 മുതൽ വൈകിട്ട് 3 വരെ പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. തച്ചനാട്ടുകര മുറിയങ്കണ്ണി ചാമപ്പറമ്പ് കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് നടത്തിയ സമരത്തിന് ഫലം കണ്ടു. കേടുവന്ന മോട്ടോറും മറ്റ് അനുബന്ധ വസ്തുക്കളും വാട്ടർ അതോറിറ്റി മാറ്റി സ്ഥാപിച്ചു. 200ഓളം കുടുംബങ്ങൾ വർഷങ്ങളായി അനുഭവിച്ച കുടിവെള്ള പ്രശ്നത്തിനാണ് പരിഹാരമായത്. വേനൽക്കാലമായാൽ ചാമപ്പറമ്പ്, നറുക്കോട് എന്നീ ഭാഗങ്ങളിൽ കുടിവെള്ളം കിട്ടാക്കനിയായിരുന്നു. മുറിയങ്കണ്ണിപ്പുഴ കേന്ദ്രീകരിച്ച പ്രദേശങ്ങളിലേക്ക് കുടിവെള്ള പദ്ധതി ഉണ്ടെങ്കിലും പൈപ്പ് വഴി വെള്ളം വരാറില്ല. വർഷങ്ങളായി പ്രദേശത്തുകാർ അനുഭവിക്കുന്ന ദുരിതം കണ്ടാണ് യൂത്ത് ലീഗ് തച്ചനാട്ടുകര പഞ്ചായത്ത് കമ്മിറ്റി വിഷയത്തിൽ ഇടപെട്ടതെന്ന് പ്രസിഡന്റ് റാഫി കുണ്ടൂർക്കുന്ന് പറഞ്ഞു. വിഷയം ആദ്യം വാട്ടർ അതോറിറ്റിയെ അറിയിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഇതേ തുടർന്ന് മണ്ണാർക്കാട് വാട്ടർ അതോറിറ്റി സെക്ഷൻ ഓഫീസ് യൂത്ത് ലീഗ് ഉപരോധിച്ചു. തുടർന്നാണ് കഴിഞ്ഞ ദിവസം മുറിയങ്കണ്ണിപ്പുഴയിലെ മോട്ടോറും അനുബന്ധ ഉപകരണങ്ങളും മാറ്റിസ്ഥാപിച്ച് കുടിവെള്ള വിതരണം ആരംഭിച്ചത്. ആ ഒരു സമരത്തിൻ്റെ ഭാഗമായി അന്ന് ഷൊർണൂരിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രാജേഷ് സാർ നമ്മളെ ഫോണിൽ വിളിച്ച് അറിയിച്ചത് ആ സമരം നടന്ന ദിവസം 13-ാം തീയതി തന്നെ ഇതിനുള്ള പ്രപ്പോസൽ മുകളിലേക്ക് അയക്കുകയും ഏതാനും ആഴ്ചകൾക്കുള്ള ഒരു 10-15 ദിവസത്തിനുള്ളിൽ ഈ ഒരു പ്രൊജക്റ്റ് ഇവിടെ കംപ്ലീറ്റ് ആക്കുകയും ഈ ഒരു പുതിയ മോട്ടോർ സ്ഥാപിക്കുകയും ചെയ്യാമെന്നുള്ള ഉറപ്പിന്മേലാണ് നമ്മൾ അന്ന് ആ ഒരു സമരം അവസാനിപ്പിച്ചത്. അതിനുശേഷം ഞങ്ങളും അതുപോലെ തന്നെ മെമ്പർമാർ, അതുപോലെ ഞങ്ങളെ പഞ്ചായത്ത് പ്രസിഡന്റ് റുക്സിനി സെയ്ദ്, അതുപോലെ തന്നെ ഞങ്ങളെ പാലക്കാട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ റഫീഖ പാറക്കോട്ട് ഉൾപ്പെടെയുള്ള ആളുകളെ യൂത്ത് ലീഗ് ബന്ധപ്പെടുകയും അവർ ഈ ഷൊർണൂർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെയും അതുപോലെ തന്നെ കളക്ടറേറ്റ് ഉൾപ്പെടെയുള്ള ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നിരന്തരം വിളിക്കുകയും ഇതുമായി ബന്ധപ്പെടുകയുണ്ടായി. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഏറ്റവും അവസാനം ഒരു 4 ദിവസം മുമ്പ് ഷൊർണൂരിൽ നിന്ന് യൂത്ത് ലീഗിനെ ഔദ്യോഗികമായിട്ട് വിളിച്ചിരുന്നു. ഈ ഞായറാഴ്ചക്കുള്ളിൽ ഈ ഒരു പ്രൊജക്റ്റ് ഇവിടെ കംപ്ലീറ്റ് ആക്കും, പുതിയ മോട്ടോർ സ്ഥാപിക്കുമെന്ന്. ഇപ്പോൾ ഇന്നലെ വൈകുന്നേരത്തോട് കൂടിയിട്ട് അത് ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. 200ഓളം കുടുംബങ്ങൾ വർഷങ്ങളായി അനുഭവിച്ചിരുന്നത് വലിയ ദുരിതമായിരുന്നെന്ന് സെക്രട്ടറി ഉനൈസ് ചത്തല്ലൂർ പറഞ്ഞു. നറുക്കോട് ചാമപ്പറമ്പ് ഭാഗത്തേക്ക് ഉള്ള കണക്ഷനിലെ 200ഓളം കുടുംബങ്ങളാണ് ഇതിൻ്റെ ഉപഭോക്താവായിട്ടുള്ളത്. നിലവിൽ ഇത്രയും കാലം കരിങ്കല്ലത്താണി, പൂവത്താണി ഭാഗത്തേക്ക് പോകുന്ന പ്രഷർ പമ്പ് ലോഡായതിനു ശേഷം താൽക്കാലികമായിട്ട് ഈ ഭാഗത്തേക്ക് തിരിച്ചു വിട്ടിട്ടാണ് ഈ പ്രശ്നം പരിഹരിച്ചിരുന്നത്. ഈ പുതിയ മോട്ടോർ വന്നതോടുകൂടെ ഈ പ്രശ്നത്തിന് പരിഹാരമായി എന്നാണ് മനസ്സിലാക്കുന്നത്. കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരമായ സന്തോഷത്തിലാണ് പ്രദേശത്തിലുള്ളവർ. വെള്ളത്തിന് 4-5 വർഷമായിട്ട് ഈ വേനൽക്ക് ഞങ്ങൾക്ക് ഒരു തുള്ളി കിട്ടില്ല. എപ്പോഴെങ്കിലും ഓരോ ചകർച്ചയെ കിട്ടില്ല. പക്ഷെ ഇന്നലൊക്കെ നിങ്ങട്ട് അത് ഇഷ്ടമാതിരി കിട്ടുന്നുണ്ട്. കിണറും കാര്യങ്ങളൊന്നുമില്ല ഈ പ്രദേശത്ത്. കിണർ ഈ ഭാഗത്ത് കൂടി ഉണ്ട്, പക്ഷെ വെള്ളത്തിന് നല്ല ക്ഷാമത്തെ ഈ മോട്ടർ കത്തിയാൽ അവിടെ നിന്ന് കിട്ടിട്ട് വേനൽക്ക് ഇങ്ങോട്ട് വരവില്ല. ഇന്നലൊക്കെ നിങ്ങട്ട് എത്ര വേണമെങ്കിലും ഉണ്ട് വെള്ളം ഇഷ്ടമാണ്. എല്ലാ വീടുകളിലേക്കും ദിവസവും രാവിലെ 3 മണിക്കൂർ ഇപ്പോൾ തുടർച്ചയായി വെള്ളമെത്തുന്നുണ്ട്. ഇടവേള. വാർത്തകൾ തുടരുന്നു. കഠിനമായ വേനലിലും പറ്റാത്ത കരുതലായി മാറി ഭാരതപ്പുഴയിലെ മീറ്റ്ന തടയണ. സമീപ പഞ്ചായത്തുകളിൽ ജലക്ഷാമം രൂക്ഷമായതോടെ തടയണയിൽ നിന്നുള്ള വെള്ളം ആയിരക്കണക്കിന് കുടുംബങ്ങൾക്കാണ് വലിയ ആശ്വാസമേകുന്നത്. നിലവിൽ വിവിധ ശുദ്ധജല പദ്ധതികൾക്ക് പുറമെ പ്രതിദിനം 20,000 ലിറ്റർ വെള്ളമാണ് ടാങ്കറുകൾ വഴി വിവിധ ഇടങ്ങളിലേക്ക് എത്തിക്കുന്നത്. വേനൽ കടുത്തതോടെ തൃക്കടീരി, അനങ്ങനടി, അമ്പലപ്പാറ പഞ്ചായത്തുകളിലാണ് പ്രധാനമായും ടാങ്കർ ലോറികളിൽ വെള്ളം എത്തിക്കുന്നത്.
ചില ദിവസങ്ങളിൽ ലക്കിടിപ്പേരൂർ പഞ്ചായത്തുകളിലേക്കും ഇവിടെ നിന്ന് വെള്ളം എത്തിക്കുന്നുണ്ട്. മീറ്റ്ന തടയണയിൽ നിന്ന് കയറംപാറയിലെ ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്ക് പമ്പ് ചെയ്യുന്ന വെള്ളം അവിടെ വെച്ച് പൂർണ്ണമായും ശുദ്ധീകരിച്ച ശേഷമാണ് ടാങ്കറുകളിൽ നിറച്ച് വിതരണം ചെയ്യുന്നത്. തടയണയിലെ 26 ഷട്ടറുകളും നേരത്തെ തന്നെ അടച്ച് പരമാവധി സംഭരണ ശേഷിയിൽ ജലനിരപ്പ് ക്രമീകരിച്ചിരുന്നു. ഇതുകാരണം പുഴയുടെ മറ്റു ഭാഗങ്ങൾ വറ്റിവരണ്ടപ്പോഴും മീറ്റ്നയിൽ ആവശ്യത്തിന് വെള്ളം ലഭ്യമാണ്. ഒറ്റപ്പാലം നഗരസഭയുടെയും അമ്പലപ്പാറ പഞ്ചായത്തിന്റെയും സമഗ്ര ശുദ്ധജല പദ്ധതികളുടെ പ്രധാന സ്രോതസ്സും ഈ തടയണയാണ്. നിലവിൽ ജലവിതരണ പദ്ധതികളുടെ പമ്പിംഗ് തടസ്സമില്ലാതെ തുടരുന്നത് 20,000-ലേറെ ഉപഭോക്താക്കൾക്ക് വലിയ തുണയാകുന്നുണ്ട്. അതേസമയം തടയണയിൽ ആവശ്യത്തിന് വെള്ളമുണ്ടെങ്കിലും വിതരണ ശൃംഖലയിലെ പോരായ്മകൾ പലയിടത്തും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. പൈപ്പ് ലൈനുകളിലെ പൊട്ടലും വാൽവുകളുടെ പ്രവർത്തനക്ഷമതയില്ലായ്മയും കാരണം ചില ഉയർന്ന പ്രദേശങ്ങളിൽ കൃത്യമായി വെള്ളം എത്തുന്നില്ലെന്ന പരാതി ശക്തമാണ്. വരും ദിവസങ്ങളിൽ ഇടവേളകളിൽ വേനൽ മഴ കൂടി ലഭിക്കുകയാണെങ്കിൽ ജലക്ഷാമം പൂർണ്ണമായും പരിഹരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. ആരും പറഞ്ഞിട്ടല്ല, ജനങ്ങളുടെ പ്രയാസം മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതാണ് ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്തമെന്ന് വി കെ ശ്രീകണ്ഠൻ MP. മണ്ണാർക്കാട് അമ്പംകുന്ന് അൽ അമീൻ ബീരാൻ ഓലിയ യത്തീംഖാനയിലെ സമൂഹ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു MP. അമ്പംകുന്നിലേക്കുള്ള റോഡ് വീതി കൂട്ടി നവീകരിക്കുമെന്ന് ചടങ്ങിൽ MP പറഞ്ഞു. എത്രയോ അഭ്യുദയകാംക്ഷികൾ വരുന്നു, ആശ്രയത്തിന് വേണ്ടി വരുന്നു, അല്ലെ, ജീവിതത്തിന് വേണ്ടി വരുന്നു. അപ്പൊ ഈ വഴി മോശമായി കിടക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഈ റോഡിന് വീതി കൂട്ടി നല്ലൊരു റോഡാക്കി മാറ്റും എന്ന് കൂടി ഇവിടെ ആരും ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷെ ഞാൻ നേരിട്ട് കണ്ട് ഒരു അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്. ഇനി അടുത്ത പ്രാവശ്യം ഇതുപോലെ സമൂഹ വിവാഹത്തിന് നിങ്ങൾ വരുമ്പോൾ നല്ല വീതിയുള്ള ഗതാഗത യോഗ്യമായ റോഡായിരിക്കും എന്ന് അദ്ദേഹത്തിന് ഞാൻ പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. അപ്പൊ സംഘാടകർ അവരൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കേണ്ടത് ഒരു ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്വം അല്ലേ. അപ്പൊ അടുത്ത പ്രാവശ്യം വരുമ്പോ നേരത്തേക്ക് വരുമ്പോ അല്ല, അടുത്ത സമൂഹ വിവാദം വരുന്നതിന് മുമ്പ് നല്ല റോഡായിരിക്കും. അതിന് MP ഫണ്ടിൽ തന്നെ തുക കണ്ടെത്തി ചെയ്യുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് മക്കൾക്ക് എല്ലാവർക്കും നല്ല കുടുംബജീവിതം സുരക്ഷിതമായി, സന്തോഷകരമായി, ആനന്ദകരമായി നിങ്ങളുടെ കുടുംബജീവിതം നയിക്കാൻ കഴിയട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു. നിങ്ങൾ അതീവ ഭാഗ്യവാന്മാരാണ്. ഭക്തിയും മേളപ്പെരുമയും ഒത്തുചേർന്ന് വരോട് ചാത്തൻകണ്ടർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ കൂത്തുതാലപ്പൊലി സമാപിച്ചു. മേലേക്കാവിൽ നടന്ന പൂതൻതിറ കളിയോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത്. തുടർന്ന് സോപാന സംഗീതവും മീറ്റ്ന രാമകൃഷ്ണന്റെയും സംഘത്തിന്റെയും പാണ്ടിമേളവും അരങ്ങേറി. പ്രസാദ ഊട്ടിന് ശേഷം വൈകുന്നേരത്തോടെ വാടാനാംകുറിശി, ചുനങ്ങാട്, വരോട് ദേശങ്ങളിൽ നിന്നുള്ള പാനകൾ ക്ഷേത്രമുറ്റത്തെത്തി പാൽക്കിണ്ടി സമർപ്പിച്ചു. തുടർന്ന് നടന്ന കോമരങ്ങളുടെ നൃത്തവും കാളവേലകളുടെ അകമ്പടിയോടെ എത്തിയ ദേശപൂരങ്ങളും ഉത്സവപ്രേമികളെ ആവേശത്തിലാക്കി. നാഗസ്വര കച്ചേരി, തൃത്തായമ്പക, മാടം കൊട്ടിക്കയറൽ എന്നിവയും വർണ്ണാഭമായ വെടിക്കെട്ടും ചടങ്ങുകൾക്ക് മാറ്റുകൂട്ടി. പുലർച്ചെ 1:30 താലപ്പൊലിക്കണ്ടത്തിൽ താലം പൂജയും പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പും നടന്നു. മേലേക്കാവിൽ താലം ചൊരിഞ്ഞ വെളിച്ചപ്പാടിന്റെ നൃത്തവും കാളകളിയും പൂർത്തിയായതോടെ ഈ വർഷത്തെ കൂത്തുതാലപ്പൊലിക്ക് സമാപനമായി. മുളയൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ ചെറിയ കാളവേലയും ഇടപ്പൂരവും ആഘോഷിച്ചു. പത്തുതിറ, 4 ദേശങ്ങളിൽ നിന്നുമുള്ള 50-ൽ പരം ഇണക്കാളക്കോലങ്ങൾ ചെറിയ കാളവേലയ്ക്ക് മാറ്റിയേക്കി. രാത്രി 10 മണിക്ക് ശേഷം വഴിപാട് കാളക്കോലങ്ങൾ ക്ഷേത്രത്തിലേക്ക് എത്തിത്തുടങ്ങി. 11 മണിയോടെ ഇണക്കാളക്കോലങ്ങളും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് എത്തി. സദ്ഗുരുകുലം സംഗീത വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച സംഗീതാർച്ചന, ശുക്കപുരം ദിലീപ്, ശുക്കപുരം രഞ്ജിത്ത് എന്നിവരുടെ ഇരട്ട തായമ്പകയും ഉണ്ടായി. ഇത്തവണ പുറമത്തറ ദേശത്തിനാണ് ചെറിയ കാളവേലയുടെയും ഇടപ്പൂരത്തിന്റെയും നടത്തിപ്പ് ചുമതല.
ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ വയനാട്ടിലേക്ക് പെരിന്തൽമണ്ണ സായി സ്നേഹതീരം ട്രൈബൽ ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾ പഠനയാത്ര നടത്തി. 52 അംഗ സംഘമാണ് പഠനയാത്രയിൽ ഉണ്ടായിരുന്നത്. വയനാട് മുണ്ടക്കൈ, പുത്തുമല, വെള്ളാർമല, കൽപ്പറ്റ ടൗൺഷിപ്പ്, ബാണാസുര ഡാം എന്നിവിടങ്ങളിലേക്കാണ് സംഘം യാത്ര പോയത്. പട്ടാളക്കാർ നിർമ്മിച്ച ബൈലി പാലത്തിൽ വെച്ച അനുസ്മരണ പ്രാർത്ഥനയും ചൂരന്മലയിലെ ഛായാചിത്രങ്ങളിൽ പ്രണാമമർപ്പിക്കുകയും ചെയ്തു. സായി സ്നേഹതീരത്തിലെ 52 അംഗ സംഘമാണ് പഠനയാത്രയിലുണ്ടായിരുന്നത്. വൈകുന്നേരം നടന്ന യാത്രാനുഭവത്തിൽ വെള്ളാർമല ഹൈസ്കൂളിന്റെ മുൻ പ്രധാനാധ്യാപകൻ സാമുവൽ കൽപ്പറ്റ യാത്രാ സംഘത്തോട് ചൂരന്മലയിൽ നടന്ന ഭയപ്പെടുത്തുന്ന ഓർമ്മകൾ വിവരിച്ചു. സായി സ്നേഹതീരം കോർഡിനേറ്റർ KR രവി, വയനാട് ഗവൺമെന്റ് വെറ്റിനറി കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സീന, ഗോപാലകൃഷ്ണൻ കോട്ടയ്ക്കൽ, ബിജുമോൻ പന്തിരുകുലം, കൃഷ്ണദാസ്, അബ്ദുൽ ലത്തീഫ്, ബാബു, ഹോസ്റ്റൽ വിദ്യാർത്ഥികളായ MM രാജു, MM വിജിത, ലിഗിന എന്നിവർ സംസാരിച്ചു. കുറഞ്ഞ നിരക്കിൽ വിശ്വസനീയമായ ലാബ് സേവനങ്ങളുമായി നീതി മെഡിക്കൽ ലാബ് ഞായറാഴ്ച മണ്ണാർക്കാട് ചന്തപ്പടി കസാമിയ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിക്കും. ഉദ്ഘാടനം VK ശ്രീകണ്ഠൻ MP നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സാധാരണ രക്തപരിശോധനകൾ, പ്രിവെന്റീവ് ഹെൽത്ത് ചെക്കപ്പുകൾ ഉൾപ്പെടെ എല്ലാവിധ പരിശോധനകളും സേവനങ്ങളും ഇവിടെ ലഭ്യമാണ്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 3 ദിവസം 500 രൂപ വരുന്ന ചെക്കപ്പുകൾ 149 രൂപയ്ക്ക് ലഭിക്കും. ഫുൾ ബോഡി ചെക്കപ്പിന് 699 രൂപയാണ് ചാർജ്. വീടുകളിലെത്തി സാമ്പിൾ ശേഖരിക്കാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ടെന്ന് മാനേജർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നമ്മുടെ ഉദ്ഘാടനത്തിനോട് അനുബന്ധിച്ച് കുറച്ചധികം ഓഫറുകളും മറ്റു കാര്യങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ആദ്യത്തെ 13, 14, 15 തീയതികളിൽ HbA1c, അതായത് 3 മാസത്തെ ആവറേജ് ഷുഗർ എടുക്കുന്ന പേഷ്യൻസിന് 149 രൂപ നിരക്കിൽ അവർക്ക് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ 699 രൂപയുടെ ഫുൾ ബോഡി ചെക്കപ്പ് നമുക്ക് 51 ടെസ്റ്റുകൾ ഉൾപ്പെടുന്നതും നമുക്ക് സ്ഥിരമായിട്ട് അവിടെ ചെയ്യാൻ സാധിക്കും. മറ്റു ടെസ്റ്റുകളൊക്കെ കുറഞ്ഞ നിരക്കിൽ 50% വരെയുള്ള ഡിസ്കൗണ്ട് നിരക്കിൽ ചെയ്യാൻ സാധിക്കും. അപ്പം ഈ ഒരു അവസരത്തിൽ നമ്മുടെ ഉദ്ഘാടകനായിട്ട് എത്തുന്നത് ബഹുമാനപ്പെട്ട MP ശ്രീ VK ശ്രീകണ്ഠൻ അവർക്കുമാണ്. രാവിലെ 11 മണിക്കാണ് നമ്മുടെ ഉദ്ഘാടനം വരിക. മറ്റൊരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. വിഷുപടക്കങ്ങൾക്ക് വമ്പിച്ച വിലക്കുറവുമായി ഇത്തവണയും അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ പടക്കച്ചന്ത. അലനല്ലൂരിൽ ബാങ്ക് ഹെഡ് ഓഫീസിന് സമീപം പ്രവർത്തനം ആരംഭിച്ച ചന്ത പ്രസിഡന്റ് PPK അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ഈ വിഷുവും ആഘോഷമാക്കാൻ അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ജനങ്ങളിലേക്ക് ഇറങ്ങി. മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ എല്ലാത്തരം പടക്കങ്ങളും ബാങ്കിന്റെ ചന്തയിൽ ലഭ്യമാകും. അലനല്ലൂർ ബാങ്ക് ഹെഡ് ഓഫീസിന് സമീപം ആരംഭിച്ച ചന്ത ബാങ്ക് പ്രസിഡന്റ് PPK അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ആദ്യ വിൽപ്പനയും അദ്ദേഹം നിർവഹിച്ചു. വില നിലവാരം വളരെയധികം കുതിച്ചുയർന്നുകൊണ്ട് സാധാരണക്കാരന് വലിയ പ്രയാസം അനുഭവപ്പെട്ടു വരാറുള്ള ഒരു കാലഘട്ടമാണ് ഈ ഉത്സവ സീസണുകൾ. ആ ഉത്സവ സീസണുകളിൽ ജനകീയമായി കൊണ്ടുള്ള ഒരു പൊതു ഇടപെടലിന്റെ ഭാഗമായിട്ട് സഹകരണ പ്രസ്ഥാനങ്ങൾ മാർക്കറ്റിൽ നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ഇടപെടലാണ് നമ്മുടെ അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ഈ വിഷു നീതി പടക്കച്ചന്തയിലൂടെ ലക്ഷ്യമിടുന്നത്. ഗുണനിലവാരമുള്ള പടക്കങ്ങൾ കുറഞ്ഞ വിലക്ക് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുക, അലനല്ലൂർ പ്രദേശവാസികൾക്ക് വില കുറച്ചുകൊണ്ട് വിഷു ആഘോഷിക്കാൻ ഉതകുന്ന രൂപത്തിലുള്ള വലിയൊരു മാർക്കറ്റിലെ ഇടപെടലാണ് ഇവിടെ നടക്കുന്നത്. 14-ാം തീയതി ചൊവ്വാഴ്ച വരെ ചന്ത പ്രവർത്തിക്കും. ശിവകാശിയിലെ പ്രമുഖ പടക്ക നിർമ്മാണ കമ്പനികളിലെ ഉൽപ്പന്നങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. പൊട്ടുന്നതും അല്ലാത്തതുമായ നിരവധി ഇനം പടക്കങ്ങൾ ലഭ്യമാണ്. അപകടം വരാതെ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന പടക്കങ്ങളും ഇവിടെയുണ്ട്. സാധാരണക്കാരുടെ വിഷു ആഘോഷങ്ങൾക്ക് കൂടെ നിൽക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ വർഷവും പടക്കച്ചന്ത ആരംഭിക്കാറെന്ന് സെക്രട്ടറി P. ശ്രീനിവാസൻ പറഞ്ഞു. പ്രത്യേകിച്ച് നമ്മുടെ മാർക്കറ്റിലെ വില വർദ്ധിക്കാതിരിക്കാൻ വലിയ ഇടപെടലാണ് ബാങ്ക് വർഷങ്ങളായിട്ട് ചെയ്തു വരുന്നത്. അപ്പോൾ ഇപ്രാവശ്യവും മലയാളികളുടെ വിഷു ആഘോഷം വളരെ നല്ല രൂപത്തിൽ
നടത്തുന്നതിന് ബാങ്കിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു ചെറിയ ഇടപെടലാണ് വിഷു പടക്കച്ചന്തയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഡയറക്ടർമാരായ ടി രാജകൃഷ്ണൻ, ടി ബാലചന്ദ്രൻ, സഹകാരികളായ സുരേഷ് കുമാർ, കുഞ്ഞൻ, ഹരിദാസൻ, റഫീഖ്, ജീവനക്കാരായ പ്രതീഷ്, നിഖിൽ, രഞ്ജിത്ത്, അമീൻ തുടങ്ങിയവർ പങ്കെടുത്തു. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്കിൽ വിഷു കൈനീട്ടത്തിന് 75 ലക്ഷം രൂപയുടെ പുതിയ നാണയങ്ങളും കറൻസികളും വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് PN മോഹനൻ നിർവഹിച്ചു. വിഷുവിന് കൈനീട്ടം നൽകാൻ ആവശ്യമായ പുത്തൻ കറൻസികളും നാണയങ്ങളും നൽകുന്ന നാണയമേള എല്ലാ വർഷവും ബാങ്കിൽ ഒരുക്കാറുണ്ട്. ഇത്തവണയും വിപുലമായ ഒരുക്കത്തോടെയാണ് നാണയമേള സംഘടിപ്പിച്ചത്. നൂറുകണക്കിന് ഇടപാടുകാരും വ്യാപാര സ്ഥാപനങ്ങളിലും ഉൾപ്പെടെയുള്ളവർ പുതിയ കറൻസികളും നാണയങ്ങളും സ്വന്തമാക്കി. മണ്ണാർക്കാട് റൂറൽ ബാങ്ക് ഹെഡ് ഓഫീസിൽ നടന്ന നാണയമേള ബാങ്ക് പ്രസിഡന്റ് PN മോഹനൻ ഉദ്ഘാടനം ചെയ്തു. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്കിന്റെ കറൻസി മേളയാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഇലക്ഷൻ സാഹചര്യം നിലനിന്നതുകൊണ്ട് ചില പരിമിതികൾ നമുക്ക് അനുഭവപ്പെട്ടു. വേണ്ടത്ര അളവിൽ കഴിഞ്ഞ വർഷത്തെ പോലെ കറൻസികൾ കളക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. എങ്കിലും ഏതാണ്ട് ഒരു 3/4 കോടി ഉറുപ്പികയുടെ കറൻസി നോട്ടുകളാണ് ഇന്ന് ഈ ദിവസം ഇവിടെ ബാങ്ക് വിതരണം ചെയ്യുന്നത്. എല്ലാ മാന്യ ഇടപാടുകാർക്കും, മണ്ണാർക്കാട്ടെ മുഴുവൻ ആളുകൾക്കും മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്കിന്റെ വിഷു ആശംസകൾ നേരുക. ബാങ്ക് സെക്രട്ടറി സുധാദേവി അധ്യക്ഷത വഹിച്ചു. സ്വാഗതം പറഞ്ഞ പ്രസിഡന്റ് മോഹന മാസ്റ്റർ, ഭരണസമിതി അംഗങ്ങൾ, എൻ്റെ സഹപ്രവർത്തകർ, മണ്ണാർക്കാടിലെ മാന്യ ഇടപാടുകാർ, മാധ്യമപ്രവർത്തകർ, എല്ലാവർക്കും എൻ്റെയും ബാങ്കിൻ്റെയും വക ഹാപ്പി വിഷു. മുൻ സെക്രട്ടറി S അജയകുമാർ, ഡയറക്ടർമാരായ K ശിവശങ്കരൻ, P രാധാകൃഷ്ണൻ, PK മോഹൻദാസ്, സുബൈദ, മീനാകുമാരി, ഹാരിസ്, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. വെള്ളിനേഴി ചെങ്ങണിക്കോട്ടുകാവിൽ 4ാം വർഷവും മധുരമൂറും വിഷുപ്പാലട ഒരുക്കുന്നു. ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കുള്ള ധനശേഖരണാർത്ഥമാണ് വിഷുപ്പാലട ഒരുക്കുന്നത്. ലിറ്ററിന് 250 രൂപയാണ് വില. ബുക്ക് ചെയ്തവർക്ക് വിഷു ദിവസം രാവിലെ 7 മുതൽ പാലട പ്രഥമൻ നൽകും. സമീപത്തെ പാൽ സൊസൈറ്റികളിൽ ക്ഷീരകർഷകർ വിഷു തലേന്ന് ഉച്ചയ്ക്ക് ശേഷം എത്തിച്ചു നൽകുന്ന 700-ലധികം ലിറ്റർ പാൽ ശേഖരിച്ചാണ് ഇവിടെ പാലട പ്രഥമൻ ഒരുക്കുന്നത്. ആവശ്യമുള്ളവർക്ക് 94 97 16 60 91, 96 33 36 16 60 എന്നീ നമ്പറുകളിൽ ബുക്ക് ചെയ്യാവുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. നിയമസഭാ തിരഞ്ഞെടുപ്പ്. പാലക്കാട് ജില്ലയിലും മുന്നണികൾ തമ്മിൽ നടന്നത് കടുത്ത പോരാട്ടം. നിലവിലെ സീറ്റുകൾ നിലനിർത്താനാവുമെന്ന പ്രതീക്ഷയിൽ LDF 6 സീറ്റുകളെങ്കിലും പിടിക്കുമെന്ന അവകാശവാദവുമായി UDF. പാലക്കാടും മലമ്പുഴയും കണ്ണുവെച്ച് NDA. സംസ്ഥാനത്ത് UDF സീറ്റ് 100 കടക്കുമെന്ന് VT ബൽറാം. തൃത്താല UDF തിരിച്ചുപിടിക്കും. ആത്മവിശ്വാസത്തിൽ വീണ്ടും മണ്ഡലത്തിൽ പ്രഭാത നടത്തവുമായി VT ബൽറാം. സംസ്ഥാനത്ത് ചൂട് ഉയരും. 2 ദിവസം കടുത്ത ചൂട് അനുഭവപ്പെടുമെന്ന് മുന്നറിയിപ്പ്. പാലക്കാട് ജില്ലയിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കാം. ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ കേന്ദ്രം. കഠിനമായ വേനലിലും കരുതലായി മാറി ഭാരതപ്പുഴയിലെ മീറ്റ്ന തടയണ. ഒറ്റപ്പാലം നഗരസഭയ്ക്കും 3 പഞ്ചായത്തുകൾക്കും കുടിവെള്ളം എത്തിക്കുന്നത് മീറ്റ്ന തടയണയിൽ നിന്ന്. നിലവിൽ തടയണയിൽ ആവശ്യത്തിന് വെള്ളമുണ്ടെന്ന് അധികൃതർ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.